നമ്മൾ പറയും ജോലിയില്ല ജോലിയില്ല, എങ്ങും വേക്കൻസി ഇല്ല. പക്ഷെ നിങ്ങൾ നോക്കണം എന്തുമാത്രം വേക്കൻസിയാണ് വരുന്നത്. ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. ഇൻഡസ്ഇൻഡ് ബാങ്കിൽ ഓരോ സെക്കൻഡിലും ഇതിനു മാത്രം വേക്കൻസി വരുന്നത്. കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം. ഞാൻ ആ വെബ്സൈറ്റ് കാണിച്ചു, ഒഫീഷ്യൽ അവരുടെ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണിച്ച് നിങ്ങളുമായിട്ട് സംസാരിക്കാം. അവിടെ നിങ്ങൾക്ക് കാണാം എന്തുമാത്രം വേക്കൻസിയാണ്. നമ്മുടെ കൊച്ചിയിൽ നോക്കിയാൽ കൊച്ചിയിൽ തന്നെ ഏതെല്ലാം ലൊക്കേഷൻ, കൊച്ചിയിലെ മാത്രം ലൊക്കേഷനിൽ ഏതെല്ലാം വേക്കൻസിയാണ്. തിരുവനന്തപുരത്ത് വേക്കൻസി ഉണ്ട്, ആലപ്പുഴ വേക്കൻസി ഉണ്ട്, പാലക്കാട് വേക്കൻസി ഉണ്ട്. എല്ലാ ലൊക്കേഷനിലും ഒരു ലൊക്കേഷൻ. ആലപ്പുഴ എന്ന് പറയുമ്പോൾ 2-3 സ്ഥലങ്ങളിലുണ്ട്. അത് കണക്ക് തന്നെ നിങ്ങൾ കോട്ടയം എന്ന് പറയുമ്പോൾ കോട്ടയത്ത് തന്നെ, കോട്ടയം ഡിസ്ട്രിക്റ്റിൽ തന്നെ പല സ്ഥലത്ത് ഇവരുടെ ബാങ്കുണ്ട്. ആ ബാങ്കുകളിലെല്ലാം വേക്കൻസി ഉണ്ട്. പക്ഷെ നമ്മളാരും അപ്ലൈ ചെയ്യുന്നില്ല. നമ്മളിത് കണ്ടിട്ട് അങ്ങ് പോവുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് വരുന്ന നഷ്ടം. നമ്മളൊരു നല്ല വേക്കൻസി ആയിട്ട് കണ്ട് നമ്മൾ അപ്ലൈ ചെയ്യാം. ഒരു പക്ഷെ നിങ്ങൾക്ക് ചിലർ ആരുമില്ല, എനിക്കറിയാം. ഇതിനകത്ത് വീഡിയോ കാണുന്നവരിൽ 99% അപ്ലൈ ചെയ്യാറില്ല. അവർ വീഡിയോ കാണുന്നതേ ഉള്ളൂ. പക്ഷെ ആ വീഡിയോ കാണുന്നവരും വളരെ കുറവാണ്. പക്ഷെ നിങ്ങൾ വീഡിയോ കാണുന്നവരിൽ 99% നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്ക്. നിങ്ങൾ ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്ത് 2 പ്രാവശ്യം നിങ്ങൾ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് തരപ്പെട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാളിംഗ് ലെറ്റർ വന്നില്ല, നിങ്ങൾക്ക് സെലക്ഷൻ ആയില്ല. പക്ഷെ അത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇതെല്ലാം ഫ്രോഡാണ്, അല്ലെങ്കിൽ ഇത് ഫേക്കാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. ഇതൊക്കെ അവരുടെ ഒഫീഷ്യൽ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ അവർ തരുന്ന വേക്കൻസിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അല്ലാതെ ഇതിനകത്ത് ഫേക്കോ റിയൽ അല്ലാത്ത കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ. നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് 1-2 പ്രാവശ്യം നിങ്ങൾ അപ്ലൈ ചെയ്ത് നിങ്ങൾ കിട്ടിയില്ല എന്ന് കരുതി നിങ്ങൾ നിരസിക്കരുത്. നിങ്ങൾ വീണ്ടും അപ്ലൈ ചെയ്യണം. ഏത് സമയത്താണ് നമുക്കൊരു ചാൻസ് വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. നമുക്ക് ഇതിനകത്ത് നിങ്ങൾ നോക്കണം. ഇതിനകത്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം, എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഗ്രാജുവേറ്റിന് അപ്ലൈ ചെയ്യാം, പോസ്റ്റ് ഗ്രാജുവേറ്റിന് അപ്ലൈ ചെയ്യാം, MBA-കാർക്ക് അപ്ലൈ ചെയ്യാം, BE-കാർക്ക് അപ്ലൈ ചെയ്യാം, BTech-ന് അപ്ലൈ ചെയ്യാം. 10-12 ക്ലാസ്സുകാരുടെ വേക്കൻസി ഒന്നും ഞാൻ കണ്ടില്ല, അതുകൊണ്ട് ഞാൻ തന്നിട്ടില്ല. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. ഒരുപക്ഷെ ബാങ്കിൽ പല രീതിയിലുള്ള വേക്കൻസി വരും. 10ാം ക്ലാസ്സുകാർക്കും 12ാം ക്ലാസ്സുകാർക്കും ഒക്കെയുള്ള വേക്കൻസി കാണും. പക്ഷെ ഞാൻ അതൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല, ഞാൻ കണ്ടില്ല. ഞാൻ കാണാത്ത കാര്യം ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. ഇത് ഡയറക്റ്റ് സെലക്ഷൻ ആണ്. ഒരു പ്രധാന കാര്യമാണ്, നിങ്ങൾക്ക് ഫീസ് ഒന്നും കൊടുക്കണ്ട, നിങ്ങൾക്ക് എക്സാം ഇല്ല. ഡയറക്റ്റ് നിങ്ങളുടെ ഇന്റർവ്യൂ ആണ്, ഡയറക്റ്റ് ഇന്റർവ്യൂ ആണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് സെലക്ഷൻ ആണ്. ജോബ് ലൊക്കേഷൻ ആൾ ഓവർ കേരളയിൽ. ഞാൻ ആ വെബ്സൈറ്റ് കാണിച്ച് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ ഞാൻ അതിനകത്ത് നിങ്ങൾ പോകുമ്പോൾ അറിയാം നിങ്ങൾക്ക് ഏതെല്ലാം വേക്കൻസികളാണ് ഇതിനകത്ത് വരുന്നത്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം, അല്ലെങ്കിൽ എലിജിബിൾ ക്രൈറ്റീരിയ എന്തായിരിക്കണം, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഏത് രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി. എക്സ്പീരിയൻസ് ഇല്ലാതെ ഒരുപാട് വേക്കൻസി ഉണ്ട്. പ്രഷറിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരുപാട് വേക്കൻസി ഉണ്ട്. നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പറയാം, ശരി ഞാൻ അപ്ലൈ ചെയ്ത്. ഞാൻ ഏതെല്ലാം തരത്തിലുള്ള 10ാം ക്ലാസ്സുകാർക്ക് വേക്കൻസി ഇല്ലെന്ന് പലരും എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ചെയ്ത് 10ാം ക്ലാസ്സുകാർക്ക് വേക്കൻസി ഇല്ല, അല്ലെങ്കിൽ 10ാം ക്ലാസ്സുകാരുടെ കാര്യം വീഡിയോ ഇടുന്നില്ലെന്ന്. 2 ദിവസമായിട്ട് കേരള ഗവൺമെന്റിന്റെ 10ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള വേക്കൻസിയാണ് ഞാൻ തരുന്നത്. പക്ഷെ അതിനും ആരും അപ്ലൈ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലെ കേരള ഗവൺമെന്റിന്റെ PSCയുടെ നോട്ടിഫിക്കേഷൻ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത്, ആ PSCയുടെ നോട്ടിഫിക്കേഷൻ വഴിയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷെ അതെന്തുകൊണ്ട് നിങ്ങൾ 10ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള, അവിടെ നിങ്ങൾ എക്സ്പീരിയൻസ് ഒന്നും അവിടെയും ചോദിക്കുന്നില്ല, 10ാം ക്ലാസ്സുകാരുടെ വേക്കൻസി. പക്ഷെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നില്ല. എനിക്കറിയത്തില്ല എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന്. നിങ്ങൾ പറയും ഇന്ത്യയിൽ വേക്കൻസി ഇല്ല, ജോലി ശരിയാകുന്നില്ല, ജോലിയില്ല. ഞാൻ ഗ്രാജുവേറ്റ് പാസ്സായി, പോസ്റ്റ് ഗ്രാജുവേറ്റ് പാസ്സായി, BE പാസ്സായി തിരിക്കുക, എനിക്കിതുവരെ ജോലിയൊന്നും ശരിയായില്ല, ഇന്ത്യയിൽ വേക്കൻസി ഇല്ലെന്ന്. വേക്കൻസി ഇഷ്ടം പോലുണ്ട്, പക്ഷേ അതിന് പറ്റിയ സ്കിൽ കുറവാണ്. ഇനി സ്കിൽ ആയിട്ടുള്ളവർ അതിന് അപ്ലൈ ചെയ്യുന്നില്ല. ഇതിനെ വേറൊരു രീതിയിൽ കാണുന്നത്. നമുക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷനിലേക്ക് ഡയറക്റ്റ് പോകാൻ നിങ്ങളുമായിട്ട് അധികം കാര്യങ്ങൾ സംസാരിച്ച് ഞാൻ സമയം കളയുന്നില്ല. നമുക്ക് നോട്ടിഫിക്കേഷനിൽ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഏതൊക്കെ വേക്കൻസി നമ്മുടെ കേരളത്തിൽ ഏതെല്ലാം ലൊക്കേഷനിൽ വേക്കൻസി ഉണ്ട്. ഇതിനു മാത്രം വേക്കൻസി വന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ എലിജിബിൾ ക്രൈറ്റീരിയ നമ്മുടെ ആ ഒരു ക്വാളിഫിക്കേഷനുമായിട്ട് നമ്മുടെ മാച്ച് ചെയ്യുന്ന എലിജിബിൾ ക്രൈറ്റീരിയ വന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ ആ നോട്ടിഫിക്കേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമാണെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ഹൈപ്പ് ചെയ്ത് എനിക്ക് സപ്പോർട്ട് ചെയ്യണം അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ നോട്ടിഫിക്കേഷനിലേക്ക് പോവാം.
അപ്പൊ ഇതാണ് ഇൻഡസ്ഇൻഡ് ബാങ്ക്. ഇവിടെ എഴുതിയിട്ടുണ്ട് ഇൻഡസ്ഇൻഡ് ബാങ്ക് എന്ന്. ഇവിടെ നിങ്ങൾ നോക്കണം, ശ്രദ്ധിക്കണം. ഇവിടെ എഴുതിയിട്ടുണ്ട് ഇൻഡസ്ഇൻഡ് ബാങ്ക് എന്ന് എഴുതിയിട്ടുണ്ട്. ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണിത്, അവരുടെ ജോബ് പോർട്ടലാണിത്. നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു തരത്തിലാണ് നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്ന ലിങ്കിൽ, ഞാൻ എന്റെ വീഡിയോയുടെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു പേജിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഇവിടെ നോക്കിയ 12,008 ജോബുണ്ട്. ആൾ ഓവർ ഇന്ത്യയുടെ വേക്കൻസിയാണ്. 12,008 വേക്കൻസി ഉണ്ട്. പല കാറ്റഗറിയിലുള്ള വേക്കൻസി ഉണ്ട്. ഇതിനകത്ത് നോക്കിക്കേ, ഇതൊന്നും നമ്മുടെ ഒരു കേരളത്തിലെ വേക്കൻസി അല്ല. ഞാൻ നിങ്ങളോട് പറയാ, ഇവിടെ 0 എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇതെല്ലാം 0 വരുന്ന 0 എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ന്യൂഡൽഹിയിലുണ്ട് ബ്രാഞ്ച് മാനേജറുടെ 0 എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. സെയിൽസ് ഓഫീസർ അഗ്രി ബിസിനസിന്റെ ഉണ്ട്, 0 എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. നിങ്ങൾ നോക്കണം, ഇത് ബിലാസ്പൂരിന്റെ ആണ്, ഇത് ദുർഗിന്റെ ഉണ്ട്. ദുർഗിന്റെ അഗ്രി ബിസിനസ് ഓഫീസ് സെയിൽസ് ഓഫീസർ അഗ്രി ബിസിനസ്, ഇതും 0 ആണ്. ഇനി നമുക്ക് നോക്കാം നമ്മുടെ കേരളത്തിൽ ഏതൊക്കെ വേക്കൻസിയാണ്, അതിന് എന്തൊക്കെയാണ് എലിജിബിലിറ്റി പറയുന്നത്. അവിടെ 0 ഇത് എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. നമ്മൾ ഈ ലൊക്കേഷനിൽ വന്ന് നിങ്ങൾക്ക് ഇവിടെ ബാക്കിയുള്ള ഡീറ്റെയിൽ കൊടുത്താൽ, ഇവിടെ ജോബ് നിങ്ങൾക്ക് ഒരുമാതിരി അറിയാമെങ്കിൽ ഇവിടെ ജോബ് ഡീറ്റെയിൽ കൊടുത്താൽ ആ ഒരു ജോബിന്റെ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾ ലൊക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ലൊക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ ഓരോ ലൊക്കേഷൻ നോക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ആലപ്പുഴ, നമ്മൾ എയിൽ വരുന്നത് ആലപ്പുഴയാണ്. ഇപ്പം ആലപ്പുഴ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ആലപ്പുഴ ബ്രാഞ്ചിൽ തന്നെ 4 വേക്കൻസി ഇവിടെ കാണിക്കുന്നുണ്ട് ആലപ്പുഴ. അത് കണക്ക് തന്നെ നിങ്ങൾക്ക് എയിലുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കി സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. നിങ്ങളുടെ വീടിനടുത്തുള്ള ലൊക്കേഷൻ ഏതാണ് ആ ലൊക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ സപ്പോസ് ഞാൻ കൊച്ചി എടുക്കുകയാണ്. കൊച്ചി, ഇവിടെ കൊച്ചി നോക്കിക്കേ, ഗിരിനഗർ കൊച്ചിയിൽ വേക്കൻസി ഉണ്ട്, 3 വേക്കൻസി ഉണ്ട്. ജോസ് ജംഗ്ഷൻ പള്ളിമുക്കിലുണ്ട് വേക്കൻസി, 2 വേക്കൻസി ഉണ്ട്. കവടവന്തറ അവിടെയുണ്ട് കൊച്ചി, 3 വേക്കൻസി ഉണ്ട്. കൊല്ലൂർ റോഡ് കൊച്ചി 7 വേക്കൻസി ഉണ്ട്. കൊച്ചി ബ്രാഞ്ചിൽ തന്നെ 25 വേക്കൻസി ഉണ്ട്. മാമംഗലം കൊച്ചി ഓഫീസ് 4 വേക്കൻസി ഉണ്ട്. മറൈൻ ഡ്രൈവർ കൊച്ചി ബ്രാഞ്ച് 3 വേക്കൻസി ഉണ്ട്. പനമ്പള്ളി നഗർ കൊച്ചി 4 വേക്കൻസി ഉണ്ട്. സ്റ്റേഡിയം ലിങ്ക് റോഡ് കൊച്ചി ബ്രാഞ്ച് 4 വേക്കൻസി ഉണ്ട്. തോപ്പുംപടി കൊച്ചി ബ്രാഞ്ച് 1 വേക്കൻസി ഉണ്ട്. എന്ത് വേക്കൻസിയാ വരുന്നത്? ഇത് നിങ്ങൾക്ക് നോക്ക്, നിങ്ങൾക്ക് കോട്ടയം നോക്കുക, അല്ലെങ്കിൽ ആലപ്പുഴ ഞാൻ കാണിച്ച്, ഇനി നിങ്ങൾ കോട്ടയം നോക്ക്. KOTTAYAM. നിങ്ങൾ കോട്ടയം എടുത്തിട്ട് ഞാൻ എൻട്രി ചെയ്ത് കോട്ടയത്ത് തന്നെ കോട്ടയം ബ്രാഞ്ചിൽ 6 ഉണ്ട്. പിന്നെ പുതുപ്പള്ളി കോട്ടയം ബ്രാഞ്ചിൽ 2 ഉണ്ട്. തിരുനക്കര കോട്ടയം ബ്രാഞ്ചിൽ 2 വേക്കൻസി ഉണ്ട്. ഇത്രയും വേക്കൻസികൾ വരുന്നത്. അപ്പൊ നിങ്ങൾ ഏതിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ലൊക്കേഷനിലുള്ള കാണിക്കും. ഇവിടെ എല്ലാം കോട്ടയമാണ് വരുന്നത്. നോക്കി, ഈ എക്സ്പീരിയൻസ് ആ ചോദിക്കുന്ന കോട്ടയത്താണ് ഇതിന്റെ വേക്കൻസി. മർച്ചന്റ് അക്വിസിഷൻ ഉണ്ട്, സെയിൽസ് ഓഫീസർ, ഇതിന് 0 ഏരിയ കോട്ടയത്താണ്, 0 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ 2 ഇവിടെ 6 കാണിക്കുന്നുണ്ട്. ആ 6 ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കീ അക്കൗണ്ട് മാനേജറുടെ ഉണ്ട്, കോട്ടയത്താണ്. ഇങ്ങനെയുള്ള ഇത്രയും വേക്കൻസികള് നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നില്ല. ഇനി നിങ്ങൾ ഇവിടെ ഏതെങ്കിലും ഒരു ഡേറ്റ് നിങ്ങൾക്ക് 1 മാസമോ 2 മാസമോ മുന്നുള്ള, ഇപ്പൊ 1 month എഗോ എന്ന പോസ്റ്റഡ് 1 month എഗോ, കാര്യം ഇതുവരെ അവർക്ക് ഇത് 1 month എഗോ ഇവര് പോസ്റ്റ് ചെയ്തതാ. ഇതുവരെ ഇവർക്ക് ആ ഒരു കാൻഡിഡേറ്റിനെ കിട്ടിയിട്ടില്ല. അതാണ് നിങ്ങൾ ഒരുപക്ഷെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ തിരിച്ചു വന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിജക്റ്റ് ആയി, നിങ്ങളെ കോൾ ചെയ്തില്ല, നിങ്ങൾക്കൊന്നും അതിനെപ്പറ്റി അറിയത്തില്ല. പക്ഷേ അതിൽ നിങ്ങൾ അപ്ലൈ ചെയ്തതിൽ എന്തെങ്കിലും കുഴപ്പം കാണും, അല്ലെങ്കിൽ ആ നിങ്ങളുടെ CV എന്തെങ്കിലും തകരാറ് കാണും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യം കൊണ്ടാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു റിപ്ലൈ വരാത്തത്. പക്ഷെ നോക്ക്, ഇവര് 1 മാസമായിട്ട് ഈ അക്വിസിഷൻ റിലേഷൻഷിപ്പ് മാനേജറുടെ ഇതിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുന്ന അവർക്ക് കാൻഡിഡേറ്റിനെ കിട്ടിയില്ല. 2 മാസം മുന്നേ ഇത് പോസ്റ്റ് ചെയ്തത്, അവർക്ക് കാൻഡിഡേറ്റിനെ കിട്ടിയില്ല. കീ അക്കൗണ്ട് മാനേജറുടെ 11 month 11 മാസം മുന്നെയാണ് അവർക്ക് ആളിനെ ഇതുവരെ കിട്ടിയില്ല. അപ്പൊ ഇനി നിങ്ങൾ വിചാരിക്കും 11 month ഇതിന്റെ കഴിഞ്ഞു പോയി കാണുമെന്ന്. ഇല്ല, ഒരിക്കലും ഇല്ല. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കാര്യം ഇവരുടെ ആ ഒരു ഫില്ലപ്പ് ആകുന്ന ആ ഒരു വേക്കൻസി ഇവർക്ക് ഇവിടെ നിന്ന് മാറ്റി, നിങ്ങൾ ഇതിന് 2-3 മാസം മുന്നേ ഉള്ള നിങ്ങൾ ആ ഒരു ലിങ്ക് എടുത്ത് നിങ്ങൾ ചെയ്ത് നോക്കണം, അപ്ലൈ ചെയ്ത് നോക്കണം. അവിടെ വരുമ്പോഴത്തേക്ക് ഈ ഒരു വേക്കൻസി അല്ലായിരിക്കും അവിടെ വരുന്നത്. ചിലതൊക്കെ ഇപ്പൊ 11 monthന്റെ എന്ന് പറയുമ്പോൾ 11 month മുന്നേ ഉള്ള അത് ചിലപ്പം കാണും, അതല്ലാതെ അതിനകത്ത് ഈ വേക്കൻസി കാണത്തില്ല. അപ്പൊ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും അപ്ലൈ, നിങ്ങൾ കോട്ടയത്ത് അപ്ലൈ ചെയ്യുന്നെങ്കിൽ ഇനി കോട്ടയം പോയിട്ട്, നിങ്ങൾ ആലപ്പുഴ ഞാൻ പറഞ്ഞു, കോട്ടയം പറഞ്ഞ് തിരുവനന്തപുരം, നമുക്കിനി മെയിൻ സ്റ്റേഷൻ നോക്കാം. തിരുവനന്തപുരം ഞാൻ അടിച്ച്
ഇവിടെ എൻ്റർ ചെയ്ത്. കരമന തിരുവനന്തപുരത്ത് 4 വേക്കൻസി ഉണ്ട്. തിരുവനന്തപുരത്ത് ബ്രാഞ്ചിൽ തന്നെ, തിരുവനന്തപുരത്തെ ബ്രാഞ്ചിൽ തന്നെ 10 വേക്കൻസി ഉണ്ട്. തിരുവനന്തപുരം ശ്രീകാര്യം ബ്രാഞ്ചിലുണ്ട് ഒരു വേക്കൻസി. അതായത് ഒരു ലൊക്കേഷൻ, ഒരു ഡിസ്ട്രിക്റ്റിൽ തന്നെ പല ബ്രാഞ്ച് ഉണ്ട്. അവിടെയൊക്കെ ഇവർക്ക് ഇഷ്ടംപോലെ വേക്കൻസി ഉണ്ട്. പക്ഷെ നമ്മുടെ ഒരു മൈനസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ശ്രദ്ധിക്കാറില്ല, നമ്മൾ അപ്ലൈ ചെയ്യാറില്ല. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ കാണുന്ന 1 മിനിറ്റാ. ആ 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക ഇതിനകത്ത് ഇത് വേക്കൻസി ഒന്നും ശരിയല്ല, നമുക്ക് കിട്ടാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഇത് ഫേക്ക് വേക്കൻസി ആണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വീഡിയോ തള്ളിക്കളയാം. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.